നമസ്കാരം. കേരളത്തില് സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്സവം എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് വിളിക്കാറുള്ളത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. ആറ്റുകാൽ ദേവി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണെന്നുണ്ടെങ്കിലും കേരളത്തിലുള്ള 14 ജില്ലകളിൽ നിന്നും, ഈവൻ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ പൊങ്കാല സമർപ്പിക്കുന്നത്. ഒരുപാട് വ്രതശുദ്ധിയോട് കൂടിയിട്ട്, സമർപ്പണ മനസ്സോട് കൂടിയിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത്. എല്ലാവരും ഭക്തിയോടെ വന്നാണ് പൊങ്കാല ഇടുന്നത്. സ്ത്രീകൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇടുന്നത് കൊണ്ടാണ് സ്ത്രീകളെന്ന് ഞാൻ പറയുന്നത്. പുരുഷന്മാർക്കും പൊങ്കാല അർപ്പിക്കാം, അതിലൊന്നും ഒരു വിഷയമില്ല. എന്നാൽ ഇപ്പം 2-3 വർഷങ്ങളായിട്ട് ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോഴേക്കും ഒരുപാട് വിവാദങ്ങൾ അങ്ങ് വരുവാണ് ഈ ആറ്റുകാൽ പൊങ്കാല കണക്റ്റഡ് ആയിട്ട്. അതിനൊരു മെയിൻ കാരണം കുറെ കഴുകന്മാരായിട്ടുള്ള ഓൺലൈൻ മീഡിയാസ് ആണ്. ഇപ്പം മുഴുവൻ ഓൺലൈൻ മീഡിയാസിന്റെ കാലമാണല്ലോ. ഈ ഓൺലൈൻ മീഡിയക്കാര് ഈ ആറ്റുകാൽ പൊങ്കാല അങ്ങോട്ട് വരുമ്പോഴേക്കും, ഞാൻ പറഞ്ഞല്ലോ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇടുന്നത് കൊണ്ട് തന്നെ അത്രയും ഫേമസ് ആയതോട് കൂടിയിട്ട് ഒരുപാട് സ്ത്രീകൾ വരാറുണ്ട്. ഫിലിം ഫീൽഡിലുള്ള, സീരിയൽ രംഗത്തുള്ള, അങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കാൻ വരാറുണ്ട്. ഈ സ്ത്രീകളാണ് ഈ ഓൺലൈൻ മീഡിയാസിന്റെ ഒക്കെ ഒരു മെയിൻ ഫോക്കസ്. ആ സ്ത്രീകൾ അങ്ങോട്ട് തിരിയുന്നതും ഇങ്ങോട്ട് തിരിയുന്നതും നമുക്കറിയാമല്ലോ. സ്ത്രീകൾ മെയിനായിട്ട് സാരി ഉടുത്തിട്ടാണ് പൊങ്കാല ഇടുന്നത്. സെറ്റ് സാരിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടും ഒക്കെ ഉടുത്തിട്ടാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ട സിറ്റുവേഷൻ വരും. അത്രയും നേരം നിന്ന് പൊങ്കാല ഇടുമ്പോൾ പുക മൂലം അവർ വളരെ ടയേർഡ് ആകും. ചിലപ്പോൾ സാരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട സ്ഥലം തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഇതൊക്കെ കൊണ്ടങ്ങ് അപ്ലോഡ് ചെയ്യും. പൊങ്കാല എന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഹിന്ദു മതവിശ്വാസികൾ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നതാണ്. അവിടെ പോലും കഴുകന്മാരെ പോലെ ഈ കടന്നു കയറി ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവന്മാരെ ഒരു കാരണവശാലും അവിടേക്കൊന്നും കടത്തിവിടാൻ പാടില്ല. അപ്പം അവർ കാരണമാണ് മെയിനായിട്ട് ഈ വിവാദങ്ങളും നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡ് ഈ പൊങ്കാലയ്ക്ക് ഉണ്ടായേക്കുന്നത്. ഇനി ഒരു മുസ്ലിം മതവിശ്വാസി പൊങ്കാല ഇടുന്നത് കൊണ്ട് തെറ്റുണ്ടോ? എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇടാം. അതായത് ശരീരത്തിനും മനസ്സിനും ശുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സ്ത്രീക്കും, ഈവൻ പുരുഷന്മാർക്കും പൊങ്കാല ഇടാം, ഒരു വിഷയവുമില്ല. ഇത് ഹിന്ദുക്കളുടെ വിശ്വാസമാണെന്നുണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും പൊങ്കാല സമർപ്പിക്കാം. അതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല ഇട്ടവരുടെ കൂട്ടത്തില് റനീഷ, ബിഗ് ബോസിലൊക്കെ വന്ന് ഫേമസ് ആയിട്ടുള്ള സീരിയൽ താരമാണ് റനീഷ. റനീഷയും പൊങ്കാല ഇട്ടിരുന്നു. എന്നാൽ റനീഷ ഒരു മുസ്ലിം മതവിശ്വാസി ആയതോടു കൂടിയിട്ട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻസ് ആണ് റനീഷയ്ക്ക് വന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് റനീഷ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പൊ പൊങ്കാലയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്ന് അറിയാം. ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ജോലിയില്ല, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രഹസനമാണെന്നാണ് ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ പറയുന്നത്. രണ്ടാമതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് വിശ്വാസത്തോടെയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോട് കൂടെ ചെയ്തതല്ല, ചുമ്മാ ഒരു ഷോ ഓഫ് പ്രഹസനം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്കൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഈ ഫസ്റ്റ് പറഞ്ഞല്ലോ, ജോലിയില്ല, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ മാസവും 1 തൊട്ട് 15 വരെ ഫ്ലവേഴ്സ് ചാനലിൽ സുഗമോ ദേവി എന്നുള്ളൊരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. 16 തൊട്ട് 30 തീയതി വരെ സി കേരളത്തിൽ ചെമ്പരത്തി എന്നുള്ളൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. 30 അല്ലേ ഉള്ളൂ ഒരു മാസത്തിൽ. അപ്പൊ ആ 30 എനിക്ക് വർക്ക് ഉണ്ട്. ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ, വേറെ വീഡിയോസ്, പ്രൊമോഷണൽ വീഡിയോസ്, അതുമല്ലാതെ ഇനോഗ്രേഷൻസ്, വ്ളോഗിങ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ജോലിയുണ്ട്, കൂലിയുണ്ട്, സമ്പാദ്യമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഒരു ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായല്ലോ. ഇനി രണ്ടാമത് പറഞ്ഞത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെന്ന്, വെറുതെ പ്രഹസനം കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ 12 വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയയിലാണ്. അപ്പോൾ ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസയൊക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടും. റനീഷ പൊങ്കാലയിട്ട് പൊങ്കാലയുടെ മഹത്വം ഇല്ലാതെയാക്കിയോ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സ്ത്രീകൾക്ക് അതൊരു ബുദ്ധിമുട്ടായോ? ഒരിക്കലുമില്ല. റനീഷ പൊങ്കാല ഇട്ടു എന്ന് വെച്ച് പൊങ്കാലയുടെ മഹത്വം ഒന്നും എങ്ങും പോയിട്ടില്ല. ആരാണോ നല്ല മനസ്സോട് കൂടിയിട്ട് പൊങ്കാല ഇടുന്നത്, ആ പൊങ്കാല ദേവി സ്വീകരിക്കും. അതിൽ ഇന്ന മതവിശ്വാസി എന്നൊന്നുമില്ല. ഏത് മതമാണെന്നുണ്ടെങ്കിലും മനുഷ്യൻ നന്നായാൽ പോരെ. എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഈ ആവശ്യമില്ലാത്ത രീതിയിൽ മതത്തെ കുത്തി വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ അവിയൽ പരുവമാക്കുമ്പോഴല്ലേ വിഷയം? ആരായാൽ എന്താണ്, മനുഷ്യനല്ലേ? അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. റനീഷ അവിടെ പോയിട്ട് ഒരു വൃത്തികേടും കാണിച്ചിട്ടില്ലല്ലോ. വളരെ മാന്യമായിട്ട് അവിടെ പോയി പൊങ്കാല ഇട്ടു, തിരിച്ചു വന്നു. ഇനിയിപ്പോൾ അത് ക്യൂരിയോസിറ്റിയുടെ പേരിലാണെന്നുണ്ടെങ്കിലും ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. അതായത് ഇപ്പം നമുക്കറിയാം, നോമ്പ് കാലഘട്ടമാണ്. എത്രയോ ഹിന്ദു യുവതികളും പുരുഷന്മാരും ഒക്കെ നോമ്പ് പിടിക്കാറുണ്ട്.
ഒരു ദിവസമാണെന്നുണ്ടെങ്കിലും നോമ്പ് പിടിക്കാറുണ്ട് കൂട്ടുകാരികളുടെ ഒപ്പം. ഇനി അത് ക്യൂരിയോസിറ്റിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ, റെസ്പെക്റ്റിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും നോമ്പ് നോക്കാറുണ്ട്. അതൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിലാണ് നോക്കി കാണാറുള്ളത്. അപ്പോൾ റെനീഷ എന്ന് പറയുന്ന ഒരു മുസ്ലിം നോമ്പ് കാലത്ത് നോമ്പൊക്കെ പിടിച്ച് നോമ്പൊക്കെ മുറിച്ച് പോയി ആറ്റുകാൽ പോയി പൊങ്കാല ഇട്ടു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് അവരുടെ ദൈവവും കോപിക്കാൻ പോകുന്നില്ല, നമ്മുടെ ദൈവവും കോപിക്കാൻ പോകുന്നില്ല. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇതാണ് കേരളം. ഇതൊക്കെ നല്ലതായിട്ടുള്ള മെസ്സേജാണ്. ഇതിനെയൊക്കെ നെഗറ്റീവ് കണ്ണോട് കൂടിയിട്ട് കാണുന്നതാണ് വിഷയം. റെനീഷ പൊങ്കാല ഇട്ടു എന്ന് വെച്ചിട്ട് പൊങ്കാലയുടെ മഹത്വമൊന്നും എങ്ങും പോയിട്ടില്ല. റെനീഷ പ്രഹസനം കാണിച്ചതുമല്ല. ഇനി ആരാണ് യഥാർത്ഥത്തിൽ പ്രഹസനം കാണിക്കുന്നത് എന്നറിയാമോ? ഇവരെ പോലെയുള്ള വ്യക്തികളാണ് പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടും ശരീര പ്രദർശനം നടത്താൻ വേണ്ടിയിട്ടും പൊങ്കാല ഇടുന്നത്. ഇതുപോലെയുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൈഡ് ലൈൻ ചെയ്യേണ്ടത്. അവരെ പറ്റിയാണ് നെഗറ്റീവ് പറയേണ്ടത്, അവരെയാണ് ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. അല്ലാതെ മതം നോക്കിയല്ല ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. എപ്പോഴും പറയും മനുഷ്യൻ നന്നായാൽ മതി, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതി ഏതായാലും കുഴപ്പമില്ല, വർണ്ണം ഏതായാലും കുഴപ്പമില്ല എന്നൊക്കെ ആൾക്കാർ പൊതുവേ പറയും. പക്ഷേ സാഹചര്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറയും. എന്തിനാണ് അങ്ങനെ മാറ്റി പറയുന്നത്? റെനീഷ തന്നെ പറയുന്നു, അവർക്ക് വിശ്വാസമുണ്ട്, ചെയ്തോട്ടെ. അവരൊരു മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് വെച്ച് അവർ മറ്റു മതവിശ്വാസികളുടെ കാര്യങ്ങളൊന്നും തന്നെ റെസ്പെക്ട് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. റെനീഷ ഒരു ദിവസം പൊങ്കാല ഇട്ടു എന്ന് വിചാരിച്ച് റെനീഷയുടെ നോമ്പിന് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് മനസ്സിലാകാത്തത്, എപ്പോഴും നമ്മളുടെ കേരളത്തിലുള്ള ജനങ്ങൾ വളരെ ഫ്ലെക്സിബിളായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ ഒന്നും ചിന്തിക്കുന്നവരല്ല. നമ്മൾ ഭയങ്കര വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ് എന്ന് പറയാറുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ ചില സമയത്ത് ഇതുപോലെ നെഗറ്റീവായിട്ട് കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ചിന്തിക്കും. അവിടെയാണ് വിഷയം. എപ്പോഴും ഒത്തൊരുമയോട് കൂടിയിട്ട്, സൗഹൃദത്തോടു കൂടിയിട്ട്, സമാധാനത്തോടുകൂടിയിട്ട്, സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളെയും നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും നമുക്ക് മോശമായിട്ടൊന്നും കാണാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആറ്റുകാൽ പൊങ്കാല വരുന്ന സമയത്ത് പള്ളികളുടെ വാതിൽ തുറന്നു കൊടുക്കണം, സ്ത്രീകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഒരു ഇമാം പറയുന്നു, പാളയം പള്ളിയിലെ ഇമാം പറയുന്നു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തോടു കൂടിയിട്ട് കാണുക. ഈ പൊങ്കാല എന്ന് പറയുന്നത് അതൊരു റിച്വലായിട്ട് കാണാൻ വേണമെന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസമായിട്ട് കാണണ്ട. ഇനി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയുടെ പേരിൽ അവർ ചെയ്തതാണെന്നുണ്ടെങ്കിലും അത് വിഷയമില്ല. അവർക്ക് ഭക്തിയോടെ ചെയ്തതാണെങ്കിലും വിശ്വാസത്തോടെ ചെയ്തതാണെങ്കിലും എന്താണ് പ്രശ്നം? അവരല്ലേ ചെയ്തത്, അത് അവരുടെ റൈറ്റ് അല്ലേ, അവരുടെ ആഗ്രഹമല്ലേ, അവരുടെ വിശ്വാസമല്ലേ, അവരത് ചെയ്തോട്ടെ. എന്ന് വെച്ച് അവർ ഇത്രയും നാളും അനുഷ്ഠിച്ചു പോകുന്ന വിശ്വാസത്തിൽ എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ? ഒരു കോട്ടവും സംഭവിക്കില്ല. അവർ നിസ്കരിക്കുന്ന വ്യക്തിയാണ്, അവർ നോമ്പ് നോക്കുന്നുണ്ട്, അതിലൊന്നും ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. ഇനി ഒരു ഹിന്ദു മതവിശ്വാസിയായിട്ടുള്ളൊരു സ്ത്രീ അല്ലെന്നുണ്ടെങ്കിൽ പുരുഷൻ, അവരെ ഈ നോമ്പ് കാലത്ത് അവരിനിയും 30 നോമ്പ് പിടിച്ചാലും അല്ലെങ്കിൽ ഒരു ദിവസം നോമ്പ് പിടിച്ചാലും അതൊക്കെ നല്ലത് തന്നെയാണ്. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക, എല്ലാ കാര്യത്തിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുക, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യനാക്കുന്ന ഫാക്ടേഴ്സാണ്. അതൊക്കെയാണ് മനുഷ്യത്വം. മനുഷ്യനെ മനുഷ്യനാക്കുന്ന കുറേ ഫാക്ടേഴ്സാണ് ഇതൊക്കെ. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റൻസ്. അപ്പം ഇതില്ലെന്നുണ്ടെങ്കിൽ വലിയ വിഷയമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കൂടുതലും എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. അവരവിടെ ഒന്ന് പ്രഹസനം കാണിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പ്രഹസനം കാണിക്കുന്നത് ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ഇത്തരം വ്യക്തികളാണ്. ഇവരെ പോലെയുള്ള വ്യക്തികൾ പ്രഹസനം കാണിക്കാൻ വേണ്ടി മാത്രം വരുമോ? പൊങ്കാലയുടെ മഹത്വമോ അല്ലെങ്കിൽ പൊങ്കാല എന്തുവാണെന്നുള്ളതോ ഒന്നും ഇവർക്ക് അറിയത്തില്ല. ഇവർ ശരീരം പ്രദർശിപ്പിക്കണം, അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു. അവരെ പോലെയുള്ളവരെയാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്, അല്ലാതെ റെനീഷയെ പോലെയുള്ളവരെ അല്ല.